നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഏറ്റവും വലിയ ചോദ്യം ജോലിയൊന്നും ആയില്ലേ മോനെ എന്നാണ്. ഇനി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലോ സാലറി എത്രയാണെന്നല്ലേ ആദ്യമേ ചോദിക്കുക. അപ്പോൾ നമ്മളൊരു 10ാം ക്ലാസ് ലെവൽ ജോലി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? സാലറിയാണ് അല്ലേ. നിങ്ങൾക്കറിയാം, ഒരു PSC ഡിഗ്രി ലെവൽ ജോലി വാങ്ങുന്ന ആളും ഒരു PSC 10th ലെവൽ ജോലി വാങ്ങുന്ന ആളും തമ്മിൽ സാലറിയിൽ വലിയ അന്തരമുണ്ട്. അവിടെ ഞാനൊരു സ്പെഷ്യൽ കേസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ ഈ പറഞ്ഞ PSC ഡിഗ്രി ലെവൽ ജോലി വാങ്ങുന്ന ആളെക്കാൾ കൂടുതൽ സാലറി വാങ്ങുന്ന 10ാം ക്ലാസ് ലെവൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ കമന്റ് ബോക്സിൽ പൊങ്കാലിടാനൊക്കെ തോന്നും. എന്നാലും കാര്യം കൃത്യമായി കേട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു അവസരം നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ആദ്യം ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് എത്ര കിട്ടും മോനെ എന്ന്, അല്ലെ? അപ്പൊ ഇതില് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് 2 പോസ്റ്റുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒന്ന് SSCയുടെ തന്നെ കോൺസ്റ്റബിൾ, SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റും അതുപോലെ തന്നെ RPF കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റും. രണ്ടും 10ാം ക്ലാസ് ലെവൽ പരീക്ഷകളാണ്. രണ്ടും ബേസിക് ആയിട്ട് സിലബസ് കവർ ചെയ്താൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന, ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ 4-5 മാസത്തെ കോഴ്സിൽ മാത്രം ഇരുന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്ത് റെഡിയായി എക്സാം ക്ലിയർ ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട പരീക്ഷകളാണ് പോസ്റ്റുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പോസ്റ്റുകളിൽ എങ്ങനെയാണ് സാലറി, എങ്ങനെയാണ് ബേസിക് പേ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ SSC GDയിലേക്ക് വരാം. നിങ്ങൾക്കറിയാം പേ കമ്മീഷനുകൾ ഉണ്ട് അല്ലെ? കേന്ദ്ര സർക്കാരിന് പേ കമ്മീഷനുകൾ ഉണ്ട്. ഇപ്പൊ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പേ കമ്മീഷൻ 7ാമത്തെ പേ കമ്മീഷനാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും 8ാമത്തെ പേ കമ്മീഷൻ വരാൻ പോവാണ്. എന്താണ് ഈ പേ കമ്മീഷൻ എന്ന് പറയുന്നത്? ഓരോ ജോലിക്കും എത്രയാണ് സാലറി, എത്രയാണ് വേതനം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ അലവൻസുകളെ പറ്റി തീരുമാനിക്കുന്നതും ഒക്കെ ഈ പേ കമ്മീഷനാണ്. അപ്പൊ 7ാമത്തെ പേ കമ്മീഷൻ കഴിഞ്ഞിട്ട് 8ലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും സാലറി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. നിലവിൽ SSC GD പരീക്ഷ, SSC GD എന്ന് പറയുന്ന പോസ്റ്റ് ഒരു ലെവൽ 3 പോസ്റ്റാണ്. ലെവൽ 3 പോസ്റ്റില് ബേസിക് പേ എന്ന് പറയുന്നത് 21,700 രൂപയാണ്. അതായത് അവരുടെ പോസ്റ്റിനുള്ള അവരുടെ സാലറി 21,700 രൂപയാണ്. ആ ഒരു സാലറി കൊണ്ട് നമ്മുടെ നാട്ടിൽ നമുക്കൊന്ന് ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. 21,000 രൂപ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യും, കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. നിങ്ങൾ ചിന്തിക്കാം 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നിത്യജീവിതത്തിലെ ചെലവുകളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 21,000 നമുക്ക് കംഫർട്ടബിൾ ആയി ജീവിക്കാൻ കഴിയുന്ന ഒരു സാലറിയേ അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ അതിൽ സെറ്റിൽ ആവാൻ പാടില്ല. ഓക്കെ, ഇനി ഇത് ബേസിക് പേ മാത്രമാണ്. എന്താ ബേസിക് പേ എന്ന് പറയുന്നത്? ഇതല്ല യഥാർത്ഥത്തിലുള്ള സാലറി. ഈ ബേസിക് പേയിന്റെ കൂടെ തന്നെ SSC GD ക്ലിയർ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന CASFലോ CRPFലോ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത്രയും ഒക്കെ അലവൻസുകൾ കൂടെ കിട്ടും. ഇതിൽ ഡിയർനെസ് അലവൻസ് എല്ലാവർക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു അലവൻസ് ആണ്. അതുപോലെ തന്നെ അറിയേഴ്സ് എന്ന് പറയുന്ന അലവൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ അലവൻസ് ഉണ്ട്, റിസ്ക് അലവൻസ് ഉണ്ട്, തുടങ്ങി ഒരുപാട് ഹൗസ് റെന്റ് അലവൻസുകൾ തുടങ്ങി ഒരുപാട് അലവൻസുകൾ ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ അലവൻസുകൾ കൂടെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഗസ് ചെയ്യാൻ ശ്രമിച്ചു, നിങ്ങൾ മനസ്സിലൊന്ന് ഗസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. 21,000 രൂപയാണ് ബേസിക് പേ ഉള്ളത്. ഈ അലവൻസുകളൊക്കെ കൂടി എത്ര രൂപയാവുമായിരിക്കും? 25,000 ആവുമോ? അതോ 30,000 ആവുമോ? അതോ 35,000 ആവുമോ? അവിടെയാണ് നമ്മൾ സർപ്രൈസ് ആവാൻ പോകുന്നത്. യെസ്, ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഗ്രോസ്, അതായത് ടോട്ടൽ ഈ അലവൻസുകളെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 50,000 രൂപ, 49,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു സാലറിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതാണ് നിങ്ങളുടെ വേതനം എന്ന് പറയുന്നത്. ഒരു 10ാം ക്ലാസ് യോഗ്യത മാത്രം ആവശ്യമുള്ള ഒരു പരീക്ഷയ്ക്ക് നമ്മൾ ഒന്ന് എഫേർട്ട് എടുത്ത് 4 മാസം പഠിച്ച് കുറച്ച് റിവിഷൻ ഒക്കെ ചെയ്ത് നമുക്ക് പ്രോപ്പറായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പരീക്ഷയുടെ സാലറി എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അതിൽ നിങ്ങളെ പെൻഷൻ സ്കീമിലെ കാര്യങ്ങളൊക്കെ ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ ഇൻ ഹാൻഡ് നിങ്ങളെ കയ്യിൽ കിട്ടാൻ പോകുന്നത് 45,000 അടുത്ത് രൂപയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ തന്നെ സ്റ്റുഡൻസ് 2-3-4 വർഷം മുമ്പൊക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും ഈ പറയുന്ന സാലറി സ്ലിപ്പ് എടുത്ത് നോക്കിയിട്ടാണ് എനിക്ക് ഈ ഒരു ഐഡിയയിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. ഏകദേശം എല്ലാവർക്കും ആവറേജ് ഒരു 45,000 എന്ന് പറയുന്ന ഒരു ഇൻ ഹാൻഡ് സാലറിയിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10ാം ക്ലാസ് ലെവൽ ഒരു പോസ്റ്റ് ആണെന്നുള്ളതാണ്. നിങ്ങൾ അന്വേഷിക്കുക, നമ്മുടെ നാട്ടിലുള്ള ഡിഗ്രി ലെവൽ പോസ്റ്റുകളുള്ള ആളുകൾക്ക് എത്രയാണ് സാലറി കിട്ടുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ബേസിക് പേ 30,000 ആണെങ്കിൽ നിങ്ങൾക്ക് 30,000-ൽ നിന്നും കുറച്ചൊരു എമൗണ്ട് അധികം കിട്ടും എന്നുള്ളതല്ലാതെ അതിലപ്പുറത്തേക്ക് ഒന്നും കിട്ടില്ല. പക്ഷെ ഇവിടുത്തെ കേസ് അങ്ങനെയല്ല.
നോക്കിയേ, നമ്മുടെ ബേസിക് പേ 21,000 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയിൽ കൂടുതലാണ് നമ്മളെ കയ്യിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് SSC GD ആണ്, CRPF ആണ്, CISF ആണ്, ഡൽഹി പോലീസ് ആണ്, അതുകൊണ്ടാണ് അവർക്ക് ഇത് കൂടുതൽ, അത് ആംഡ് ഫോഴ്സ് ആയതുകൊണ്ടാണ് കൂടുതൽ, അല്ലെങ്കിൽ അവർ പട്ടാളക്കാരായതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വേറൊരു പോസ്റ്റും കൂടെ എടുത്തിട്ടുള്ളത്. അതാണ് RPF കോൺസ്റ്റബിൾ. RPF കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഈ പോസ്റ്റിനും ബേസിക് പേ 21,700 രൂപ തന്നെയാണ്. അതായത് നിങ്ങൾ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ, നമ്മൾ റെയിൽവേ പോലീസുകാരെ കാണുന്നില്ലേ, ആ റെയിൽവേ പോലീസുകാർക്ക് ബേസിക് പേ എന്ന് പറയുന്നത് 21,700 രൂപ തന്നെയാണ്, നേരത്തെ GDക്ക് പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 10ാം ക്ലാസ് ലെവൽ പരീക്ഷയാണെന്നുള്ളതാണ്. റെയിൽവേ നടത്തുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ 2019 ഈ ഒരു പരീക്ഷ എഴുതി ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള അയാളുടെ സാലറി സ്ലിപ്പ് പ്രകാരമുള്ള ഒരു ഐഡിയ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവർക്കും ഈ പറയുന്നത് പോലെ തന്നെ അലവൻസുകൾ കുറെ ഉണ്ട്. ഓക്കെ, HR ഹൗസ് റെന്റ് അലവൻസും TA യും DA യും ഒരുപാട് അലവൻസുകൾ അവർക്കുണ്ട്. ഈ അലവൻസുകളൊക്കെ കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് ഗസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ, 21,700 രൂപ എത്രയായിട്ട് മാറും ഒരു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ ഒരു സാധാരണ കോൺസ്റ്റബിൾ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എത്രയായിരിക്കും സാലറി? നമ്മൾ ഗസ് ചെയ്താല് 25,000 ആണോ, 30,000 ആണോ, 35,000 ആണോ, 40,000 ആണോ? നമ്മൾ അങ്ങനെ ഗസ് ചെയ്താലൊന്നും എത്താത്ത അത്രയും വലിയൊരു സാലറി ഒരു 10ാം ക്ലാസ് പരീക്ഷയെ സംബന്ധിച്ച്, ഒരു യോഗ്യതയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാലറിയാണ് അവർക്ക് ഇൻ ഹാൻഡ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അതായത് ഏകദേശം 58,000 രൂപയാണ് അവരുടെ ഗ്രോസ് സാലറി വരുന്നത്. 50,000 രൂപയുടെ മുകളിലുള്ള ഒരു എമൗണ്ട് അവർക്ക് ഇൻ ഹാൻഡ് കിട്ടും. ഞാനിത് പറയുന്നത് 2019 ജോയിൻ ചെയ്ത ഒരാളെ വെച്ചിട്ടാണ്. ഇനി നിങ്ങൾ റീസെന്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത്രയും ഉണ്ടാവില്ല, പയ്യെ കൂടി വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വെറും 4-5 വർഷം കൊണ്ടാണ് ഈ 50,000-ന് മുകളിലേക്കുള്ള ഒരു സാലറിയിലേക്ക് എത്തിയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് എന്താ? ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഏറ്റവും സൗകര്യത്തോടെ ജീവിക്കാൻ, കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ, നമ്മൾ ഈ നിലവിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സമാധാനമായി ജീവിക്കാനുള്ള ഒരു അവസരമാണ് വേണ്ടത്. അത്തരത്തിലൊരു അവസരമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പരീക്ഷകളൊക്കെ നിങ്ങളെ കണ്ണിന്റെ മുന്നിലുണ്ട്. ആ സമയത്ത് നിങ്ങൾ 2 വേക്കൻസി 3 വേക്കൻസി ഉള്ള പോസ്റ്റുകളുടെ പിന്നാലെ ഓടി അലഞ്ഞ് നടക്കേണ്ടി വരരുത് എന്ന് പറയാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെ പഠിക്കാം, ഈ പരീക്ഷകൾക്ക് വേണ്ടി എങ്ങനെ പഠിക്കാം, അതിനുവേണ്ടി ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം, ഇനി എവിടെ പോയത് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ്, ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് സ്ട്രാറ്റജികൾ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിച്ച് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് വേണമെന്നാണെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ SSC GDക്ക് വേണ്ടിയിട്ടുള്ള 2ാമത്തെ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. യൂട്യൂബിൽ എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്, മിക്ക ദിവസങ്ങളിൽ ലൈവായിട്ട് തന്നെ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുകളും എടുത്ത് പഠിക്കാനുള്ള അവസരം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവസരങ്ങളൊക്കെ നമ്മളെ മുന്നിലിരിക്കെ, ഇത്രയും നല്ല സാലറി ഉള്ള, ഇത്രയും നല്ലൊരു പാക്കേജ് ഉള്ള ജോലികൾ നമ്മളെ മുന്നിലിരിക്കെ നമ്മളത് നമ്മളുടെ സമയത്ത് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും എന്നല്ലാതെ ഇവിടെ മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എഫേർട്ട് എടുക്കുക. ഇനി ഈ പറഞ്ഞ RPF പരീക്ഷയും ഉടൻ തന്നെ വരാനിരിക്കുകയാണ്. SSC GD പരീക്ഷ അടുത്ത മാസം അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉടൻ തന്നെ വരുന്നതാണ്. അത് കഴിഞ്ഞ അന്നേരം തന്നെ RPFന്റെ പരീക്ഷയും വരുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന് രണ്ടിനും സിലബസ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ. അപ്പൊ 2 പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഈ ഒരു അവസരം അതുകൊണ്ട് തന്നെ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ അവസാനത്തെ അവസരമായിരിക്കും, നിങ്ങൾ ഏജ് ഓവർ ആവാൻ പോകുന്ന സമയമായിരിക്കും. ഒരു ശ്രമം കൂടെ നടത്തി നോക്കുക. ഈ ശ്രമത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ മാസം 50,000 രൂപയോടെ അടുത്ത് സാലറി വാങ്ങുന്ന നല്ലൊരു ജോലിയുള്ള, വീട്ടിലുള്ള ആളുകളെ ഏറ്റവും നല്ലപോലെ നോക്കുന്ന ഒരു എന്താ പറയാ, ഒരു മോഡൽ യുവാവായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനും ഫോക്കസ് ചെയ്തൊരു ജോലി വാങ്ങാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ലേണിംഗ്.